റമദാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറത്തിലെ നോമ്പ്. അഫ്ളലു സിയാമി ബഅദ റമദാൻ സിയാമു ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാനിലെ നോമ്പിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ്. റസൂൽ പറയാണ്, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അതും നിമിത്തം അള്ളാഹു തആല വിട്ടുതരും, മാപ്പാക്കി തരും, മായ്ച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ നോമ്പാണ്. ഇത്രയും പുണ്യമുള്ള നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്. സുന്നത്ത് പ്രകാരം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഈ പുണ്യം, ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതൊരു ഇസ്ലാമികമായ ഇബാദത്തുകൾക്കും ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾക്ക് മാസം അത് പ്രധാനമാണ്, മാസപ്പിറവി പ്രധാനമാണ്. മാസപ്പിറവി എന്ന് പറയുന്നത് പിറവി അത് കണ്ണുകൊണ്ട് കാണണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലാർക്കും സംശയമൊന്നുമില്ല. പക്ഷേ എന്നാലും ഇങ്ങനെയല്ലേ എന്ന് ചില ആൾക്കാർ ഉപാധി പറയുന്നു എന്ന് മാത്രം. കണ്ണുകൊണ്ട് കാണണം. കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചത് ദുൽഹജ്ജ് 10-നാണ്. ദുൽഹജ്ജ് 10 ജൂൺ 7 ശനിയാഴ്ചയായിരുന്നു. ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ചയായിരുന്നു ദുൽഹജ്ജ് 10. അപ്പോൾ അത് പ്രകാരം ദുൽഹജ്ജ് 29 വരുന്നത് ജൂൺ 26-നാണ്. ജൂൺ 26-നാണ് ദുൽഹജ്ജ് 29 വരിക. എല്ലാവർക്കും പെരുന്നാൾ കേരളത്തിൽ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു. ബലി പെരുന്നാൾ എല്ലാം ഒരേ ദിവസമായിരുന്നു. അപ്പോൾ അത് പ്രകാരം ജൂൺ മാസം 7-നാണ് നമ്മൾ ആഘോഷിച്ചത് പെരുന്നാൾ. അത് പ്രകാരം ദുൽഹിജ്ജ് 29 ജൂൺ 26 വ്യാഴാഴ്ച വരിക. വ്യാഴാഴ്ച മാസം നോക്കാൻ പറഞ്ഞു. മാസം നോക്കി കണ്ടില്ല. അപ്പം ദുൽഹിജ്ജ് 30 പൂർത്തിയാക്കി ജൂൺ 28 ശനിയാഴ്ച മുഹറം 1-ആയി. ജൂൺ 28 മുഹറം 1-ലേക്ക് പ്രവേശിച്ചു. അത് പ്രകാരം വരുമ്പം 9-ഉം 10-ഉം ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വരിക. സംശയമൊന്നുമില്ല. വലിയ വസ്വാസി വിഷയത്തിലുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കലണ്ടർ മാത്രം നോക്കുക എന്നുള്ളത് പ്രമാണവിരുദ്ധമാണ്. കലണ്ടർ മാത്രം നോക്കുക എന്നത് പ്രമാണവിരുദ്ധമാണ്. അപ്പോൾ ഇനി കലണ്ടർ നോക്കുന്ന ആൾക്കാർ തന്നെ 4-ഉം 5-ഉം ജൂലൈ 4-ഉം 5-ഉം മുഹറം 9-ഉം 10-ആണെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതെന്താ? അവർക്ക് ദുൽഹിജ്ജ് 28 കിട്ടുള്ളൂ. എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ച ഒരേ ദിവസമാണ് വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ 4-ഉം 5-ഉം ആണെന്ന് പറയുമ്പം ദുൽഹജ്ജ് അവർക്ക് 28 ദിവസമേ കിട്ടുള്ളൂ. കലണ്ടർ പ്രകാരം നോക്കുന്നവർക്ക് 28 ഒരു അറബി മാസം ഉണ്ടാവുമോ? ഉണ്ടാവാൻ പാടില്ല. 29 വേണ്ടേ? പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷ കണക്ക് പ്രകാരമാണ് പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊരു തവസ്സുആയ വിഷയമാണ്. റസൂലുള്ളാഹി വളരെ ഗൗരവത്തോടു കൂടി മുഹറം മാസത്തിനെ മുഹറം മാസത്തെ നോക്കലിന് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച ഹദീസുകൾ കാണാൻ സാധിക്കും റസൂലുള്ളാഹിന്റെ മുഹറം മാസമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയും, ഇതിൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് വിട്ടപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് പെരുന്നാൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇടവേള എടുക്കേണ്ടി വരികയാണ്. ഈ കലണ്ടറും കണക്കൊക്കെ നോക്കിയിട്ട് അവസാനം എടുക്കാൻ വരുന്നത് ഒരു ദിവസം ഇടവേള എടുത്തിട്ട് പിന്നെ പെരുന്നാൾ ജനങ്ങളോടൊപ്പം നോമ്പോ അതിന് പ്രശ്നമില്ല, അതും ജനങ്ങളോടൊപ്പം ആവണ്ടേ. അപ്പം സുന്നത്ത് എവിടെയാണ്? പ്രമാണം വിട്ടാൽ ഇത് വഹിയാണ്, അള്ളാഹിൻ്റെ വഹിയാണ്. ആ വഹിയിന് ഒരു ന്യൂനത ഉണ്ടാവില്ല. വഹി വിട്ടിട്ട് നമ്മൾ അഭിപ്രായം നോക്കിയാൽ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ ആയിക്കോട്ടെ നോക്കിയാൽ തെറ്റിപ്പോകും, അത് അപൂർണമാകും. അതിൽ യാതൊരു തർക്കമില്ല. അതൊരു സഹോദരങ്ങളെ വരുന്ന ഞായറും തിങ്കളുമാണ് മുഹറം 9, 10 അത് അനുഷ്ഠിക്കുക. മുഹറം 10 മാത്രം അനുഷ്ഠിക്കാം. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമാകാൻ ഞാൻ 9 കൂടി അനുഷ്ഠിക്കുന്ന റസൂൽ ജീവിച്ചിരുന്നിട്ടില്ല. പക്ഷേ കൽപ്പന ഉണ്ട്. അപ്പോൾ 9-ഉം 10-ഉം നോൽക്കുക. ഇനി 9 നോൽക്കാൻ പറ്റാത്ത ആൾക്കാർ 10-ഉം 11-ഉം നോൽക്കുക. വ്യത്യസ്തമാകാൻ വേണ്ടി 10-ഉം 11-ഉം നോൽക്കുക. അതും സലഫുകളുടെ മാർഗ്ഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിർദ്ദേശപ്രകാരം റസൂലിൻ്റെ സുന്നത്ത് പ്രകാരം അമലുകൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം